ജോലി വളരെ പ്രധാനപ്പെട്ടതാണ്. പഠനത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ചൊരു ഡോക്ടർ ആകുക എന്നത് നിന്റെ സ്വപ്നമായിരിക്കുമ്പോൾ. അനന്യയുടെ മുഖത്ത് സന്തോഷത്തിന്റെ മിന്നലാട്ടം വ്യക്തമായി കാണാമായിരുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. അഖിൽ വളരെ ആഴത്തിൽ അവളെ നോക്കി. നീല നിറത്തിലുള്ള ഫ്രോക്കിൽ അവൾ ഒരു അപ്സരസിനെ പോലെ ഉണ്ടായിരുന്നു. ഇതെല്ലാം നിനക്ക് വേണ്ടിയാണ്. പക്ഷെ ഓർത്തു വെച്ചോളൂ, ഈ യാത്ര അത്ര എളുപ്പമുള്ളതല്ല. ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. മെഡിക്കൽ പഠനത്തിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അവൻ ഗൗരവത്തോടെ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ പരമാവധി ശ്രമിക്കും, അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അവൾ ചെറുതായിട്ടൊന്ന് ചിരിച്ചു. ശരി, നീ പോയി ഈ ഫോം പൂരിപ്പിക്കും. നാളെ ഞാൻ ഇത് സബ്മിറ്റ് ചെയ്യാം, അവൻ പറഞ്ഞയുടനെ അനന്യ ആ ഫോം തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്മാനമാണെന്നതുപോലെ അവളുടെ കണ്ണുകൾ കൃതജ്ഞതയും സന്തോഷവും വ്യക്തമായിരുന്നു. അഖിൽ തൻ്റെ സീറ്റിൽ ഇരുന്നു കൊണ്ട് അവളെ നോക്കി മനസ്സിൽ സന്തോഷിക്കുകയായിരുന്നു. ഇന്ന് എന്തുകൊണ്ടോ അവളുടെ ആ നിറഞ്ഞ മുഖം അവൻ ഒരുപാട് ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. അവൻ്റെ മനസ്സിൽ അവൾക്കായുള്ള ഒരു സ്ഥാനം അവൾ സ്വന്തമാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്ന് അവന് അമൃതയെ ഓർമ്മ വന്നതും അവൻ്റെ ചുണ്ടുകളിലെ ആ ചിരി പതുക്കെ മാഞ്ഞുപോയി. ഇന്ന് അവളുടെ കോളേജിലെ ആദ്യത്തെ ദിവസമാണ്. അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുടിക്കുകയായിരുന്നു. രാവിലെ അവൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴേക്കും അഖിൽ ഒരുങ്ങി താഴെ ഇരിക്കുകയായിരുന്നു. അവളെ കണ്ടപ്പോൾ അവൻ ചെറുതായെന്ന് പുഞ്ചിരിച്ചു. ഇന്ന് എൻ്റെ ജീവിതത്തിലെ വളരെ സ്പെഷ്യലായൊരു ദിവസമാണ് അഖിൽ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അവൾ അവൻ്റെ അരികിലിരുന്ന് വളരെ ആവേശത്തോടെ പറഞ്ഞു. അല്ലെങ്കിലും എന്നെ കൊണ്ടുവിടാൻ നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ പോലും ഞാൻ തനിയെ പോയേനെ. ഞാനത്ര ചെറിയ കുട്ടിയൊന്നുമല്ല. അഖിൽ പുരുകങ്ങൾ ഉയർത്തി അവളെ നോക്കി. കൂടുതൽ ചിറക് വിരിച്ച് പറക്കേണ്ട കേട്ടോ, അവൻ ശബ്ദത്തിൽ അല്പം ഗാംഭീര്യം വരുത്തിയാണ് പറഞ്ഞതെങ്കിലും അവൻ്റെ കണ്ണുകൾ ഒളിഞ്ഞിരുന്ന ആ ചിരി വ്യക്തമായി കാണാമായിരുന്നു. ശരി ശരി, ഇത്രയും ദേഷ്യപ്പെടാൻ എന്തിരിക്കുന്നു? ഞാൻ ചുമ്മാ രസത്തിന് പറഞ്ഞതല്ലേ, അഖിൽ തലയാട്ടി. എനിക്കറിയാം, നിന്റെ ഈ ദിവസം വളരെ മനോഹരമായി തന്നെ തുടങ്ങണം, അവൻ തിരുത്തി പറഞ്ഞു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി, എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഇത്തവണയുടെ ശബ്ദത്തിൽ നല്ല ആത്മാർത്ഥതയുണ്ടായിരുന്നു. എങ്കിലും കണ്ണുകളിൽ പഴയ കുസൃതി അപ്പോഴും തിളങ്ങുന്നുണ്ടായിരുന്നു. അഖിൽ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. അവളും അവനോടൊപ്പം ഇറങ്ങി. അഖിൽ വണ്ടിയുടെ ഡോർ തുറന്ന് അനന്യയോട് കയറിയിരിക്കാൻ ആംഗ്യം കാണിച്ചു. വഴിയിലുടനീളം അനന്യ കോളേജിനെ കുറിച്ച് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ചിലപ്പോൾ പുറത്തേക്ക് നോക്കും, മറ്റു ചിലപ്പോൾ അവനെ നോക്കും. ഓരോ തവണയും അവളുടെ മുഖത്തുണ്ടാകുന്ന ആ തിളക്കം അഖിലിന് അറിയാതെ തന്നെ ഒരു മനസ്സമാധാനം നൽകുന്നുണ്ടായിരുന്നു. കോളേജിനടുത്തെത്തിയപ്പോൾ അഖിൽ വണ്ടി നിർത്തി. ഇതാണ് നിന്റെ കോളേജ്, അവൻ വണ്ടിയുടെ ഡോർ തുറന്ന് താഴെ ഇറങ്ങി. തുടർന്ന് അഖിൽ തൻ്റെ വണ്ടി പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി തിരിച്ചു. അനന്യ പുതിയ സ്വപ്നങ്ങളും ധൈര്യവുമായി കോളേജ് കെട്ടിടത്തിലേക്ക് നടന്നു കയറി. അഖിൽ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ നിന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ തക്കവണ്ണമുണ്ടായിരുന്നു അത്. കോളേജ് വിടാനുള്ള സമയമായി. അവൾ ഫോണെടുത്ത് അഖിലിനെ വിളിച്ചു. മിനിറ്റുകൾക്കകം അഖിലിൻ്റെ വണ്ടി കോളേജിന് മുന്നിലെത്തി നിന്നു. അവൾ വണ്ടിയിൽ കയറിയിരുന്നതും അഖിൽ സംസാരിച്ചു തുടങ്ങി. എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം? അവൻ വളരെ ശാന്തമായ സ്വരത്തിൽ ചോദിച്ചു. വളരെ നന്നായിരുന്നു അഖിൽ. ദിവസം അത്രയും നല്ല സന്തോഷത്തോടെയാണ് കടന്നു പോയത്. ഇതുവരെ ഇതെല്ലാം ഒരു സ്വപ്നം പോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ക്ലാസ്സിനിടയിൽ എൻ്റെ പേരും റോൾ നമ്പറും വിളിച്ചപ്പോൾ മനസ്സിന് വലിയൊരു സന്തോഷം തോന്നി. അന്ന് പകൽ നടന്ന കാര്യങ്ങളെല്ലാം അവൾ അവനോട് വലിയ ആവേശത്തോടെ പങ്കുവെക്കാൻ തുടങ്ങി. ഈ സന്തോഷവതിയായിരിക്കുന്നത് കാണുമ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഇത് തുടക്കം മാത്രമാണ്. ഇനി മുന്നോട്ട് നമ്മൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്, വണ്ടി ഓടിക്കുന്നതിനിടയിൽ അഖിൽ പറഞ്ഞു. അനന്യ തലയാട്ടി സമ്മതിച്ചു. പിന്നീട് ഇരുവരും മിണ്ടാതെ വീട്ടിലേക്ക് യാത്ര തുടർന്നു. വീടിനടുത്തെത്തിയപ്പോൾ അവളെ ഇറക്കി വിട്ട ശേഷം അഖിൽ വണ്ടിയുടെ ഡോറടച്ച് അവളോട് യാത്രയും പറഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു. സ്റ്റേഷനിലെത്തിയതോടെ അവൻ തൻ്റെ പതിവ് ഔദ്യോഗിക തിരക്കുകളിലേക്ക് മുഴുകി. എങ്കിലും അവൻ്റെ മനസ്സിൽ അനന്യയുടെ പഠനത്തെക്കുറിച്ചും അവൾക്കായി താൻ എടുത്ത തീരുമാനങ്ങളെക്കുറിച്ചുമുള്ള ചിന്തകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു. അനന്യയുടെ മുന്നിലുള്ള വഴി വളരെ പ്രയാസമേറിയതാണെന്ന് അവനറിയാമായിരുന്നു.
എങ്കിലും അവളെ സഹായിക്കാൻ അവൻ എല്ലാ രീതിയിലും തയ്യാറായിരുന്നു. അവളുടെ മുഖത്തെ ആ സന്തോഷം മാത്രം കാണാനായി ഏത് അതിർവരമ്പുകൾ ലംഘിക്കാനും അവൻ ഒരുക്കമായിരുന്നു. രാത്രിയായി. സ്റ്റേഷനിൽ ഒരു കേസിന്റെ തിരക്കിലായതുകൊണ്ട് പതിവ് സമയത്തേക്കാൾ അല്പം വൈകിയാണ് അവൻ വീട്ടിലെത്തിയത്. എന്നാൽ ആ സമയത്ത് പേടി കാരണം പരിഭ്രാന്തിയിലായിരുന്നു അനന്യ. അവളുടെ മനസ്സ് വല്ലാതെ ആകുലപ്പെടുന്നുണ്ടായിരുന്നു. നെഞ്ചിടിപ്പ് വേഗത്തിലായി. അവൾ ഇടയ്ക്കിടയ്ക്ക് വാതിലിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് വന്നതും അനന്യ ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ചു. ആ നിമിഷം മറ്റൊന്നും ആലോചിക്കാൻ അവളുടെ മനസ്സ് അനുവദിച്ചില്ല. അവളുടെ കണ്ണുകളിൽ പരിഭ്രാന്തിയും അതേസമയം ഒരു ആശ്വാസവും വ്യക്തമായി കാണാമായിരുന്നു. എന്താ ഇത്ര വൈകിയത്? അനന്യ ചെറിയ പിണക്കത്തോടെ ചോദിച്ചു. ഞാൻ എത്രമാത്രം പേടിച്ചറിയാമോ? അവളുടെ വാക്കുകളിൽ ആവലാതി നിറഞ്ഞു നിന്നിരുന്നു. അഖിൽ ഒരു നിമിഷം അത്ഭുതപ്പെട്ടു പോയി. അവൾ അവനോട് അത്രയേറെ ചേർന്നു നിന്നതുകൊണ്ട് അവളുടെ ഹൃദയമിടിപ്പിന്റെ ശബ്ദം അവൻ വ്യക്തമായി കേൾക്കാമായിരുന്നു. അതവന് എന്തോ ഒരു പ്രത്യേക സമാധാനം നൽകി. അവൻ അവളെ തിരികെ ചേർത്ത് പിടിച്ചു. ഇനി ഇങ്ങനെ ഉണ്ടാകില്ല എന്ന് വളരെ പ്രധാനപ്പെട്ടൊരു കേസുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വൈകിയത്. അനന്യ തലയാട്ടി. എങ്കിലും അവളുടെ ഉള്ളിലെ പരിഭ്രമം പൂർണ്ണമായി വിട്ടുമാറിയിരുന്നില്ല. അവൾ പതുക്കെ അതൊരു ശീലമാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവൻ ഇത്രയും വൈകി വരുന്നത് ഇതാദ്യമായാണ്. അതുകൊണ്ടാണ് അവൾ അത്രയേറെ ഭയന്നു പോയത്. അവൻ്റെ ജോലിയും അങ്ങനെയുള്ളതാണ്. ഒരു DSP ആയതുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ്. അപകട സാധ്യതയും കുറവല്ല. അവൻ അവളെയും കൂട്ടി മുറിയിലേക്ക് നടന്നു. അവൻ വല്ലാതെ തളർന്നിട്ടുണ്ടായിരുന്നെന്നും വിശക്കുണ്ടാകുമെന്നും അറിയാവുന്നതുകൊണ്ട് അനന്യ വേഗം തന്നെ ഭക്ഷണം വിളമ്പി. അവൻ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ആ തളർച്ച മുഖത്ത് കാണാമായിരുന്നു. എങ്കിലും അനന്യ അരകിലിരിക്കുന്നതും അവൾ കാണിക്കുന്ന ഈ കരുതലും അവന് വലിയൊരു മനസ്സിന് കുളിർമ നൽകുന്നുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അകൽ കട്ടിലിൽ ചെന്ന് കിടന്നു. അവൾ വന്നയുടൻ അകൽ അവളുടെ അരികിലേക്ക് വന്ന് കൈകളിൽ പിടിച്ചു. എന്നിട്ട് അവളുടെ മുഖത്തേക്ക് ഏറെ പ്രണയത്തോടെ നോക്കാൻ തുടങ്ങി. അവൻ്റെ കണ്ണുകളിൽ തിളങ്ങുന്ന വികാരങ്ങൾ കണ്ട് അവളുടെ ഹൃദയം വേഗത്തിൽ മിടുക്കാൻ തുടങ്ങി. അന്ന് ആ രാത്രിക്ക് ശേഷം അവൻ വീണ്ടും അവളുടെ അത്രയും അരികിലേക്ക് വന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്ന് വീണ്ടും അതേ തിളക്കം അവൻ്റെ കണ്ണുകളിൽ കാണാനുണ്ട്. ആദ്യം അവൾക്ക് ചെറിയൊരു ഭയം തോന്നി. പക്ഷേ ഇപ്പോൾ അവൾക്കും അകലിൻ്റെ സാന്നിധ്യം ആവശ്യമാണെന്ന് തോന്നി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് അവൾ ഒന്നും മിണ്ടാതെ ശാന്തമായി നിന്നു. അകൽ അവളെ തൻ്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ ആ നിഷ്കളങ്കതയിൽ അവൾ മനസ്സിന് കുളിർമയേകുന്നൊരു സമാധാനം തിരയുകയായിരുന്നു. അവളുടെ സാന്നിധ്യം അവൻ വിചിത്രമായൊരു ശാന്തത നൽകി. അവൻ്റെ മനസ്സിലെ ഭാരമെല്ലാം ഇല്ലാതാവുന്നത് പോലെ. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അഖിലിൻ്റെ കണ്ണുകൾ അടഞ്ഞു. അവൻ പ്രശാന്തമായി ഉറക്കത്തിലേക്ക് ജാരുപകർന്നു. അനന്യയും കണ്ണുകൾ പൂട്ടി അവൻ്റെ അരികിൽ ചേർന്നു കിടന്നുറങ്ങിപ്പോയി. പകൽ മുഴുവൻ ഉണ്ടായ ക്ഷീണം കാരണം രണ്ടുപേരും ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് വീണു. അഖിലിൻ്റെ മാറിവരുന്ന പെരുമാറ്റവും അവൻ്റെ കരുതലും അനന്യയെ മനസ്സിനെ പതിയെ സ്പർശിക്കാൻ തുടങ്ങിയിരുന്നു. ഇപ്പോൾ അവളുടെ മനസ്സിലും ഈ ബന്ധത്തോടൊരു ആത്മബന്ധം തോന്നി തുടങ്ങി. പിറ്റേ ദിവസം അവൾ കോളേജിലെത്തി. ക്ലാസ് മുറിയിലേക്ക് കാലെടുത്ത് വെച്ചതും അവളുടെ പുതിയ കൂട്ടുകാരികൾ അവളെ സ്വാഗതം ചെയ്തു. ചില പെൺകുട്ടികൾ ഏറെ ആകാംക്ഷയോടെ അവളുടെ അരികിലേക്ക് വന്നു. അനന്യ, നിന്റെ കൂടെ വന്ന ഹാൻസം ആയ പോലീസ് ഓഫീസർ ആരാണ്? അവളുടെ ക്ലാസ്മേറ്റായ നീതു വളരെ ആകാംക്ഷയോടെ ചോദിച്ചു. അദ്ദേഹം എൻ്റെ ഹസ്ബൻഡാണ്. ചെറിയൊരു പുഞ്ചിരിയോടെ അവൾ മറുപടി നൽകിയതും പെൺകുട്ടികളെല്ലാം അത്ഭുതത്തോടെ പരസ്പരം നോക്കാൻ തുടങ്ങി. നീതുവിൻ്റെ കണ്ണുകളിലും ആശ്ചര്യം നിറഞ്ഞിരുന്നു. എന്താ, നിന്റെ ഹസ്ബൻഡാണോ? ഇത്രയും ഹാൻസമായ ഒരാളാണോ നിന്റെ ഹസ്ബൻഡ്? അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. നീ ഭയങ്കര ലക്കിയാണ് അനന്യ, മറ്റൊരു കൂട്ടുകാരെ ആശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെ കണ്ട് അസൂയ തോന്നുന്നു. അവൻ കാണാൻ ഒരു സിനിമ ഹീറോയെ പോലെയുണ്ട്. നീയും നല്ല സുന്ദരിയാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണാൻ എന്ത് ഭംഗിയാണ്. അതിലുപരി അവൻ നിന്നെ ജീവനാണ്. കാരണം അവൻ്റെ കണ്ണുകളിൽ നോക്കിയാൽ തന്നെ നിന്നോടുള്ള ആ ഇഷ്ടം വ്യക്തമായി കാണാം. ആ വാക്കുകൾ കേട്ടതും അനന്യയുടെ നെഞ്ചിടിപ്പ് ഒന്നുകൂടി. അവൻ്റെ പ്രണയത്തിൻ്റെ ആ തീവ്രമായ നിമിഷങ്ങൾ ഓർമ്മ പുണർന്നപ്പോഴേക്കും അവളുടെ മുഖത്ത് നാണം കലർന്നൊരു ചിരി വിരിഞ്ഞിരുന്നു. രാത്രിയിൽ അവൻ അവളുടെ അടുത്തേക്ക് വന്നതും അവളുടെ ഓരോ അണുവിലും പ്രണയത്തിൻ്റെ മിന്നലാട്ടങ്ങൾ നിറച്ചതും അവൾ ഓർത്തു. പുള്ളിക്കാരൻ എനിക്ക് എല്ലാമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു.
അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മനസ്സിൽ അവളും അത് സമ്മതിക്കുകയായിരുന്നു. അഖിൽ അത്രമാത്രം അടിപൊളി പേഴ്സണാലിറ്റിയുള്ള ആളാണ്. ആരെ വേണമെങ്കിലും ആകർഷിക്കാൻ പുള്ളിക്കാരന് കഴിയും. നീതവും ആശയും ബാക്കിയുള്ളവരും പരസ്പരം നോക്കി ചിരിച്ചു. അനന്യ ഇങ്ങനൊരു ഭർത്താവിനെ എല്ലാവർക്കും ഒന്നും കിട്ടില്ല, അവർ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവളുടെ മനസ്സിൽ ഒരു പ്രത്യേക സന്തോഷം തോന്നി. അഖിലിൻ്റെ സ്വഭാവവും വ്യക്തിത്വവും മറ്റുള്ളവരിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണെന്ന് അവൾക്കറിയാം. ആ കാര്യത്തിൽ അവൾക്ക് വലിയൊരു അഭിമാനമുണ്ടായിരുന്നു. എൻ്റെ ജീവിതം ഇപ്പോൾ വളരെ സന്തോഷമുള്ളതാണ്. എൻ്റെ ഭാഗ്യം കൊണ്ടാണ് എനിക്ക് അഖിലിനെ പോലെ ഒരു കൂട്ട് കിട്ടിയത്, അനന്യ എല്ലാവരെയും നോക്കി ഒരിക്കൽ കൂടി പറഞ്ഞു. അതിനുശേഷം സംസാരം മാറ്റി അവൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മറ്റുള്ള പെൺകുട്ടികൾ വളരെ താല്പര്യത്തോടെയാണ് അവളുടെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്നത്. അവർക്ക് അഖിലിനെ കുറിച്ച് കൂടുതൽ ചോദിച്ചറിയണമെന്നുണ്ടായിരുന്നു. എന്നാൽ അനന്യ അവരെ ഗൗനിക്കാതെ പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് ശ്രദ്ധ തിരിച്ചു. എന്തുകൊണ്ടോ അവർ അഖിലിനെ കുറിച്ച് അങ്ങനെ ഒരു താല്പര്യം കാണുന്നത് അവൾക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൾ അറിയാതെ തന്നെ അവൻ്റെ മേൽ തനിക്ക് മാത്രമാണ് പൂർണ്ണ അവകാശമെന്നൊരു ചിന്ത അവൾ വളർന്നിരുന്നു. ഇപ്പോൾ അവനെക്കുറിച്ച് മറ്റാരെങ്കിലും പുകഴ്ത്തി സംസാരിച്ചാൽ പോലും അവൾക്കത് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവളുടെ മനസ്സിൽ അഖിലിനോടുള്ള പ്രണയം പതുക്കെ തളരിടാൻ തുടങ്ങുകയായിരുന്നു. ഈ ഒരു അനുഭൂതി അവൾക്ക് നൽകിയ സമാധാനം ചെറുതൊന്നുമല്ലായിരുന്നു. ഇപ്പോൾ ജീവിതം പതുക്കെ പഴയതുപോലെ സാധാരണ നിലയിലായിട്ടുണ്ട്. അവളുടെ പഠിത്തവും വളരെ നന്നായി മുന്നോട്ട് പോകുന്നുണ്ട്. കോളേജിലെ ക്ലാസ്സുകളിലൊന്നും മുടങ്ങാതെ അവൾ കൃത്യമായി പോകുന്നുണ്ടായിരുന്നു. നല്ല മാർക്ക് തന്നെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അവൾ. അഖിലിൻ്റെ ഭാഗത്തു നിന്നും അവൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കുന്നുണ്ടായിരുന്നു. രാത്രികളിൽ പഠിത്തമെല്ലാം കഴിഞ്ഞ ശേഷം അവൾ അഖിലിനോട് സംസാരിക്കൊണ്ടായിരുന്നു. അവൾ പറയുന്ന ഓരോ വാക്കും അവൻ അത്രമേൽ ശ്രദ്ധയോടെ കേൾക്കുമായിരുന്നു. ഇടയ്ക്കൊക്കെ നല്ല ഉപദേശങ്ങളും കൊടുക്കും. മുൻപുണ്ടായിരുന്ന ആ മൗനവും അകൽച്ചയും ഇപ്പോൾ അവർക്കിടയിൽ എങ്ങും കാണാനില്ലായിരുന്നു. അനന്യയുടെ കഠിനാധ്വാനവും അഖിൽ കാണിച്ച സ്നേഹവുമെല്ലാം അവർക്കിടയിലുണ്ടായിരുന്ന ആ അകലം പാടെ തുടച്ചു മാറ്റി. അഖിലിൻ്റെ പെരുമാറ്റം ഇപ്പോൾ അവളോട് വളരെ മൃദുവായതും സ്നേഹം നിറഞ്ഞതുമായി. അവൾ പറയുന്ന ഓരോ വാക്കും അവൻ അത്രമേൽ ശ്രദ്ധയോടെ കേൾക്കുമായിരുന്നു. ഇടയ്ക്കൊക്കെ നല്ല ഉപദേശങ്ങളും കൊടുക്കും. മുൻപുണ്ടായിരുന്ന ആ മൗനവും അകൽച്ചയും ഇപ്പോൾ അവർക്കിടയിൽ എങ്ങും കാണാനില്ലായിരുന്നു. അനന്യയുടെ കഠിനാധ്വാനവും അഖിൽ കാണിച്ച സ്നേഹവുമെല്ലാം അവർക്കിടയിലുണ്ടായിരുന്ന ആ അകലം പാടെ തുടച്ചു മാറ്റി. അഖിലിൻ്റെ പെരുമാറ്റം ഇപ്പോൾ അവളോട് വളരെ മൃദുവായതും സ്നേഹം നിറഞ്ഞതുമായി മാറിയിരുന്നു. അവളുടെ വിജയങ്ങളിൽ അവൻ ഒരുപാട് സന്തോഷിച്ചു. എപ്പോഴും അവൾക്ക് ധൈര്യം പകർന്നു നൽകുകയും ചെയ്തു. ഇപ്പോൾ അവൻ എപ്പോഴും ജോലിയിൽ മാത്രം മുഴുകാറില്ല. അവർ രണ്ടുപേരും വൈകുന്നേരങ്ങൾ ഒന്നിച്ച് ചായ കുടിച്ചുകൊണ്ട് പതുക്കെ വിശേഷങ്ങൾ പങ്കുവെക്കുമായിരുന്നു. അനന്യയ്ക്കിപ്പോൾ ഭർത്താവിനൊപ്പം സമയം ചെലവഴിക്കുന്നത് മനോഹരമായ ശീലമായി മാറിക്കഴിഞ്ഞിരുന്നു. അഖിലിനും ഈ ഒരു കൂട്ട് വലിയൊരു സമാധാനമാണ് നൽകിയത്. അഖിൽ, എൻ്റെ ഒന്നാമത്തെ ടെസ്റ്റിൽ മാർക്ക് വന്നു, നല്ല മാർക്കുണ്ട്. അവൾ വളരെ സന്തോഷത്തോടെ തൻ്റെ വിജയം അഖിലിനോട് പങ്കുവെച്ചു. നിന്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണിത് അനന്യ. നിന്നെ ഓർക്കുമ്പോൾ എനിക്ക് ശരിക്കും അഭിമാനം തോന്നുന്നുണ്ട്, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. നിന്റെ വിജയങ്ങൾ തന്നെയാണ് അനന്യ എൻ്റെയും വിജയങ്ങൾ. എത്ര മധുരമായാണ് അവനത് പറഞ്ഞത്. അവൾ അറിയാതെ തന്നെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു പോയി. അവനും അവളെ ചേർത്ത് പിടിച്ചു. സന്തോഷം നിറഞ്ഞ ആ കൊച്ചു കൊച്ചു നിമിഷങ്ങൾ ഒരു പുതിയ വെളിച്ചം നിറക്കുകയായിരുന്നു. ഈ യാത്രയിൽ താൻ തനിച്ചല്ലെന്ന് അനന്യയ്ക്കും തോന്നി തുടങ്ങി. തൻ്റെ ഓരോ ചുവടിലും കൂടെ നിൽക്കാൻ അവൻ തയ്യാറാണെന്ന് അവൾക്ക് മനസ്സിലായി. അവരുടെ ബന്ധം മുൻപത്തേക്കാൾ ഏറെ ദൃഢമായി മാറിയിരുന്നു. അവർ പരസ്പരം കൂടുതൽ മനസ്സിലാക്കാനും തുടങ്ങിയിരുന്നു. അവൾ പുസ്തകത്തിലൊരു അധ്യായം വായിക്കുകയായിരുന്നു. എന്നാൽ അതിലെ ഒരു വിഷയം അവൾക്കൊട്ടും മനസ്സിലാക്കാതെ കഠിനമായി തോന്നി. അതുകൊണ്ട് അവൾ പുസ്തകം മാറ്റിവെച്ച് അഖിലിൻ്റെ അടുത്തേക്ക് ചെന്നു. അഖിൽ പഠിച്ചത് മെഡിക്കൽ രംഗമൊന്നും ആയിരുന്നില്ല. എങ്കിലും അവൻ അവളുടെ പഠന കാര്യങ്ങൾ വളരെ നന്നായി സഹായിക്കാറുണ്ടായിരുന്നു. അഖിൽ, എനിക്ക് ഈ ഭാഗം ഒട്ടും മനസ്സിലാകുന്നില്ല, ഒന്ന് ലളിതമായി പറഞ്ഞു തരാമോ? അവൾ ചോദിച്ചു. അഖിൽ അപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീട്ടിൽ തിരിച്ചെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല തളർച്ചയും ഉണ്ടായിരുന്നു. എങ്കിലും അനന്യ ചോദിച്ചയുടൻ അവൻ എഴുന്നേറ്റിരുന്നു. ഏത് ഭാഗമാണ് ബുദ്ധിമുട്ടായി തോന്നുന്നത് എന്ന് ചോദിച്ച് അവൻ പുസ്തകം വാങ്ങാൻ തുടങ്ങി. അനന്യ പുസ്തകത്തിലെ ഒരു പാരഗ്രാഫ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് ഈ സെക്ഷൻ മുഴുവനായിട്ടങ്ങ് മനസ്സിലാകുന്നില്ല. അഖിൽ പുസ്തകം തുറന്ന് വളരെ ശ്രദ്ധയോടെ നോക്കി. അവൻ വായിക്കാൻ തുടങ്ങിയതും അവർക്കിടയിലെ പെട്ടെന്നൊരു നിശബ്ദത പടർന്നു. പുരുഷ ഹോർമോൺ വ്യവസ്ഥ എന്ന വിഷയമായതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവനും ചെറിയൊരു മടി തോന്നി. ഈ വിഷയം എങ്ങനെയാണ് അവൾക്ക് വ്യക്തമായ വാക്കുകൾ വിവരിച്ചു കൊടുക്കുക എന്ന് ആലോചിച്ച് അവനൊന്നും മടിച്ചു നിന്നു. അവൻ കുറച്ച് മടിയോടെയാണെങ്കിലും അവൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ ശ്രമിച്ചു.
അവൾ അത്ഭുതത്തോടെ അവനെ തന്നെ നോക്കി നിന്ന് പോയി. കാരണം അവൻ മുറിഞ്ഞു മുറിഞ്ഞു പറഞ്ഞതുകൊണ്ട് അവൾക്കൊന്നും മനസ്സിലായില്ല. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അഖിൽ പതുക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ നിനക്ക് എളുപ്പമുള്ള വാക്കുകൾ പറഞ്ഞു തരാം, നീ പരിഭ്രമിക്കേണ്ട. അവൾക്ക് അവൻ്റെ വാക്കുകളിൽ നിന്ന് ഒരു പരിധിവരെ കാര്യം മനസ്സിലായി. ഈ വിഷയം ഞാൻ ഞങ്ങളുടെ മാഡത്തോട് ചോദിച്ച് മനസ്സിലാക്കിക്കോളാം. അവൾ തല താഴ്ത്തി നാണത്തോടെ അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ അവളെ കാണാൻ നല്ല ക്യൂട്ടായി തോന്നി. നീ നിന്റെ മാഡത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിക്കോ. നമുക്ക് വേറെ വല്ല ടോപ്പിക്കോ നോക്കാം. ശരി, അത് മതി. രണ്ടുപേരും ചിരിച്ചുകൊണ്ട് ആ വിഷയം മാറ്റി മറ്റു സബ്ജക്റ്റുകളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അതോടുകൂടി അവർക്കിടയിലുണ്ടായിരുന്ന ആ ഒരു അകൽച്ചയും മടിയും മാറിപ്പോയി. ആ നിമിഷങ്ങൾ അവർക്കിടയിലുള്ള ബന്ധത്തിൻ്റെ ഭംഗി കൂട്ടുകയായിരുന്നു. അവിടെ പരസ്പരം സംസാരിക്കുമ്പോൾ ചെറിയൊരു നാണവും ചെറിയൊരു മടിയും നേരത്തെ പുഞ്ചിരിയുമൊക്കെ ഉണ്ടായിരുന്നു. ഒപ്പം പരസ്പരം അരികിലുണ്ടാകണമെന്നൊരു ചെറിയ ആഗ്രഹവും അവരുടെ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു. ഒരു ദിവസം രാത്രി അവൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീട്ടിൽ തിരിച്ചെത്തി. ഒന്നും മിണ്ടാതെ നേരെ തൻ്റെ മുറിയിലേക്ക് പോയി. അവൻ്റെ മുഖത്ത് കടുത്ത ആശങ്ക വ്യക്തമായിരുന്നു. അതോടൊപ്പം തന്നെ കടുത്ത ക്ഷീണവും വല്ലാത്തൊരു വിഷാദവും അവൻ്റെ മുഖത്ത് കാണാമായിരുന്നു. അനന്യ അവൻ്റെ പിന്നാലെ തന്നെ വന്നു. അവൻ റോക്കിംഗ് ചെയറിൽ ഇരിക്കുകയായിരുന്നു. ഒരു കയ്യിൽ സിഗരറ്റും മറുകൈ കൊണ്ട് തലയും താങ്ങി. വലിയൊരു പ്രശ്നത്തിൽപ്പെട്ടതുപോലെയായിരുന്നു അവൻ. അഖിൽ, കുഴപ്പമൊന്നുമില്ലല്ലോ? അവൾ അവൻ്റെ അടുത്തേക്ക് വന്ന് വളരെ ശാന്തമായ ശബ്ദത്തിൽ ചോദിച്ചു. അഖിൽ അവളെ ഒട്ടും ശ്രദ്ധിക്കാതെ തൻ്റെ ഉള്ളിലെ ആകുലതകൾ മറച്ചുവെക്കാൻ സിഗരറ്റ് പുക ഊതിവിട്ടുകൊണ്ടിരുന്നു. അഖിൽ, കുറച്ച് വെള്ളം കുടിക്ക്. അവളുടെ ശബ്ദത്തിൽ ആശങ്കയും സ്നേഹവും ഉണ്ടായിരുന്നു. പക്ഷെ അഖിലിൻ്റെ ഭാഗത്തു നിന്നുള്ള നിശബ്ദത അവളെ കൂടുതൽ പരിഭ്രാന്തിയാക്കി. അഖിൽ, അവൾ വീണ്ടും വീണ്ടും ചോദിച്ചു. എന്നാൽ അതിനൊന്നും മറുപടി നൽകാതെ അവൻ സിഗരറ്റ് വലിച്ചു കൊണ്ടേയിരുന്നു. അനന്യയുടെ മനസ്സിൽ ആദ്യ കൂടിയെങ്കിലും അവൾ ഒരു ഗ്ലാസ് വെള്ളം അവൻ്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്നും മാറി. കുറച്ചു കഴിയുമ്പോൾ അഖിൽ സ്വയം സംസാരിക്കുമായിരിക്കും എന്ന് അവൾ കരുതി. തൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആകുലതകളും ആശയക്കുഴപ്പങ്ങളും മറ്റാരുമായും പങ്കുവെക്കാൻ അഖിലിന് താല്പര്യമില്ലായിരുന്നു. ഉള്ളിൽ ഒരു വലിയ പോരാട്ടം തന്നെ അവൻ നടത്തുന്നുണ്ടായിരുന്നു. അനന്യയുടെ മുന്നിൽ തൻ്റെ ബലഹീനതകൾ കാണിക്കാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അവൻ ഒന്നും മിണ്ടാതിരുന്നത്. എത്രയോ കാലത്തിന് ശേഷമാണ് തൻ്റെ ജീവിതം ഒരു ശാന്തമായ വഴിയിലേക്ക് വരുന്നതെന്ന് കരുതിയതായിരുന്നു. അതിനിടയിലാണ് വീണ്ടും ആ വഴിയിൽ പ്രതിസന്ധികൾ ഉണ്ടായത്. അവൻ തല കൈകളിൽ താങ്ങി അനങ്ങാതെയിരുന്നു. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ തന്നെ കാണണമെന്ന് അമൃതയെക്കുറിച്ച് അവൻ തുടർച്ചയായി ചിന്തിക്കുകയായിരുന്നു. അവൻ അവളോട് കടുത്ത ഉറപ്പ് തോന്നുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും അവൻ തൻ്റെ നിയന്ത്രണം കൈവിട്ടില്ല. അവൾക്ക് കിട്ടേണ്ട ശിക്ഷ അവളുടെ വിധി തന്നെ അവൾക്ക് നേടിക്കൊടുത്തു. അവളിപ്പോൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട് ആരുമില്ലാത്ത അവസ്ഥയിലായി കഴിഞ്ഞു. അമൃത തിരിച്ചു വന്നപ്പോഴത്തെ അവളുടെ അവസ്ഥ തീർത്തും വ്യത്യസ്തമായിരുന്നു. പണ്ടത്തെ പോലെ ആത്മവിശ്വാസത്തോടെ തിളങ്ങി നിൽക്കുന്ന മുഖമൊന്നുമായിരുന്നില്ല അവളുടേത്. അവളുടെ മുഖത്ത് സങ്കടവും പശ്ചാത്താപവും വ്യക്തമായി കാണാമായിരുന്നു. അവൾ അഖിലിൻ്റെ മുന്നിൽ വന്നു നിന്നു. അഖിൽ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അവളുടെ ശബ്ദത്തിൽ പരിഭ്രമവും നാണക്കേടും നീലച്ചിരുന്നു. അവൾ മുന്നോട്ടരടി വെച്ച് അഖിലിനെ നോക്കിയെങ്കിലും പെട്ടെന്ന് തന്നെ കണ്ണുകൾ താഴേക്ക് പൂഴ്ത്തി. അഖിലിൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. വെറുമൊരു തണുത്ത നോട്ടത്തോടെ അവൻ അവളെ നോക്കി. പറയൂ, എന്താ കാര്യം? അവന് ചെറിയ നേരം അസ്വസ്ഥത തോന്നിയിരുന്നു. കാരണം അവൻ ഇപ്പോൾ സ്വന്തം ജീവിതത്തിൽ വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയാണ് ജീവിക്കുന്നത്. അമൃതയുടെ ഈ വരവ് കാരണം തൻ്റെ ജീവിതത്തിൽ ഇനിയൊരു ടെൻഷൻ ഉണ്ടാകാൻ അവൻ ആഗ്രഹിച്ചില്ല. അമൃത ഒരു ദീർഘശ്വാസം എടുത്ത് പതുക്കെ പറഞ്ഞു. അഖിൽ, ഞാൻ നിന്നോട് വലിയ തെറ്റാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു, വില കുറച്ച് കണ്ടു. നിന്റെ വികാരങ്ങൾ ഒട്ടും മാനിച്ചതേയില്ല. ഒത്തിരി ശല്യം ചെയ്തു. എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റിനൊരു ഉപേക്ഷ എനിക്ക് മാപ്പൊന്നും കിട്ടാനിടയില്ല. എങ്കിലും ഹൃദയം തുറന്ന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ്. അഖിൽ കുറച്ചു നേരം മിണ്ടാതെ അവളെ നോക്കി നിന്നു. അതിനുശേഷം മുഖത്ത് യാതൊരുവിധ മാറ്റവുമില്ലാതെ തികച്ചു നിസ്സംഗനായി അവൻ പറഞ്ഞു. അമൃത, നീ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് എനിക്കിപ്പോൾ ഒന്നും സംസാരിക്കാനില്ല, ഒന്നും കേൾക്കാനുമില്ല. നിനക്ക് എന്ത് സംഭവിച്ചു എന്നത് നിന്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ ജീവിതത്തിൽ നിന്ന് അതൊക്കെ ഞാൻ എപ്പോഴോ വെട്ടിമാറ്റി മുന്നോട്ട് പോയതാണ്. തൻ്റെ ജീവിതത്തിലെ ചില പഴയ ഓർമ്മകളെ പൂർണ്ണമായും പിന്നോട്ട് ഉപേക്ഷിച്ച പോലെ വ്യക്തമായി സംസാരിച്ചു. അമൃതയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അഖിൽ തന്നോട് വീണ്ടും ക്ഷമിക്കണമെന്ന് അവൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആഗ്രഹിച്ചു. എന്നാൽ അവൻ്റെ പെരുമാറ്റം കണ്ടപ്പോൾ അവൾ തന്നിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് പോയി കഴിഞ്ഞുവെന്ന് അവൾക്ക് വ്യക്തമായി മനസ്സിലായി. എനിക്കറിയാം നിനക്ക് എൻ്റെ ക്ഷമാപണം ആവശ്യമില്ലെന്ന്. എങ്കിലും എനിക്ക് വലിയ വിഷമമുണ്ടെന്ന് പറയാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവൾ തികഞ്ഞ പശ്ചാത്താപത്തോടെ പതുക്കെ പറഞ്ഞു. അഖിൽ ഒരു നിമിഷം അവളെ നോക്കി. അതിനുശേഷം ഒരു നീണ്ട നല്ല ഉറപ്പോടെ അവൻ പറഞ്ഞു. അമൃത, ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു.
പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നിനക്ക് യാതൊരു സ്ഥാനവുമില്ല. ഇനി മുതൽ നീ എനിക്കും എൻ്റെ ജീവിതത്തിനും ദൂരെയായിരിക്കണം. നിന്റെ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൾക്കെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിൽ അവൻ വ്യക്തമായ വാക്കുകളിൽ പറഞ്ഞു തീർത്തു. അമൃതയുടെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞെങ്കിലും അവൾ അതടക്കി പിടിച്ചു. മനസ്സിനുള്ളിൽ അവൾ അത്രയധികം വേദന അനുഭവിക്കുകയായിരുന്നു. അവൾ അവസാനമായി അകലെ നോക്കി പതുക്കെ പറഞ്ഞു, എനിക്കിതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല. നിന്റെ ഓർമ്മകൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും. പക്ഷേ നിന്റെ ജീവിതത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കാൻ നീ ആവശ്യപ്പെടുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം. അതിനുശേഷം അമൃത തല താഴ്ത്തി പതുക്കെ ചുവടുകൾ വെച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് നടന്നു. അഖിലിൻ്റെ ജീവിതത്തിൽ അനന്യുള്ളത് കണ്ടപ്പോൾ അവളുടെ മനസ്സുള്ളിൽ നിന്ന് വിങ്ങിപ്പൊട്ടിപ്പോയി. തൻ്റെ അനിയത്തെ അഖിലിനൊപ്പം നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്കുള്ളിൽ കടുത്ത വേദനയും ഒപ്പം അസൂയയും തോന്നി. ഇരുവരും ഒരു പക്ഷേ ഒരേ രക്തമാവാം. അവൾ ആ സത്യത്തെ വളരെ കഷ്ടപ്പെട്ട് അംഗീകരിച്ചു. സ്വന്തം വിധിയെ തന്നെ ശപിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് പോയി. ഇപ്പോൾ അവളുടെ അടുത്ത് പശ്ചാത്താപമല്ലാതെ മറ്റൊന്നും അവശേഷിച്ചിരുന്നില്ല. അമൃത തിരിച്ചു വന്ന കാര്യം അനന്യയും അറിഞ്ഞു. പോരാത്തതിന് അഖിൽ അവളോട് സംസാരിച്ച വാക്കുകൾ അനന്യയെ ഒരു പരിധിവരെ നിശബ്ദയാക്കി കളഞ്ഞു. അവൾ പണ്ടത്തെ പോലെ സന്തോഷത്തോടെ ഇടപഴകി സംസാരിക്കൊണ്ടേയില്ല. അവളുടെ നോട്ടം എപ്പോഴും നിലത്തേക്കായിരുന്നു. കൂടുതലും അവൾ സ്വന്തം ജോലികളിൽ തന്നെ മുഴുകിയിരിക്കുകയാണ്. വളരെ ദിവസങ്ങളായി അഖിൽ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അമൃത തിരിച്ചു വന്നതുകൊണ്ടാണ് അവൾ ഉള്ളാലെ ഇങ്ങനെ മാറിപ്പോയതെന്ന്, തന്നിൽ നിന്നും അകന്നു മാറാൻ ശ്രമിക്കുന്നതെന്നും അവൻ മനസ്സിലാക്കി. പക്ഷെ അവൻ അവളെ ജീവനായി തുല്യം സ്നേഹിക്കുന്നുണ്ട്. അവൾ അങ്ങനെ പിണങ്ങി മാറി നിൽക്കുന്നത് അവനൊട്ടും സഹിക്കാൻ കഴിയുന്നതല്ലായിരുന്നു. അമൃത തിരിച്ചു വന്നതുകൊണ്ട് തനിക്ക് യാതൊരു മാറ്റം വന്നിട്ടില്ലെന്നും താൻ ഇപ്പോഴും എപ്പോഴും അനന്യയെ മാത്രമാണ് സ്നേഹിക്കുന്നതെന്നും പറയാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷെ അവൾ എന്തോ തെറ്റിദ്ധാരയിലാണ് കഴിഞ്ഞുകൂടുന്നത്. നീ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് അല്ലേ? എന്നിട്ടും നിന്റെ ഭർത്താവിൻ്റെ വികാരങ്ങൾ നിനക്ക് മനസ്സിലാകുന്നില്ലേ? ഒരു പുരുഷൻ ഏറ്റവും കൂടുതൽ സമാധാനം നൽകുന്നത് എന്താണെന്ന് നിനക്കറിയാമോ? നിന്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ എന്നു മുതലാണ് കൊതിക്കുന്നത്. നിനക്ക് വല്ല ധാരണയുമുണ്ടോ? അന്ന് അവൾ പഠനത്തിരക്കിലായിരുന്നപ്പോൾ അവൻ മുറിയിലേക്ക് വന്നിരുന്നു. അവളുടെ അടുത്തേക്ക് വന്നു. അവൻ വളരെ കുസൃതിയോടെയാണ് സംസാരിച്ചത്. അവൻ്റെ ശബ്ദത്തിൽ ചെറിയൊരു ചിരിയുണ്ടായിരുന്നു. കണ്ണുകളിൽ അതേ തിളക്കവും ഉണ്ടായിരുന്നു. അതെപ്പോഴും അനന്യയുടെ മുഖത്ത് ചിരി വരുത്തുന്ന ഒന്നായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവളിലുള്ള നിശബ്ദതയും മനസ്സിൻ്റെ വിഷമങ്ങളും കാരണം ആ സമയത്ത് അവളിൽ നിന്ന് പ്രത്യേകിച്ചൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. മനസ്സിൻ്റെ വിഷമം കാരണം ആ സമയത്ത് അവൾ പ്രത്യേകിച്ചൊന്നും പ്രതികരിച്ചില്ല. അഖിൽ വളരെ കുസൃതിയോടെ അവളെ നോക്കിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ നിനക്കെന്താ പറ്റിയത്? നീ എപ്പോഴും സന്തോഷവതിയായിരിക്കാറുള്ളതാണല്ലോ. മെഡിക്കൽ പുസ്തകങ്ങളിലെ കട്ടിക്കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലാകും. പക്ഷെ എൻ്റെ മനസ്സിലെ വികാരങ്ങൾ മാത്രം മനസ്സിലാകില്ലേ? ഒരു ചെറിയ ചിരി അവളുടെ ചുണ്ടുകളിൽ വിരിഞ്ഞു. മതി മതി, ഇനി ഒന്നും പറയണ്ട. നിനക്ക് നിങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ അവൾ പരമാവധി ശ്രമിച്ചു. എന്നാൽ അഖിലിൻ്റെ കുസൃതി ചിരി അവളുടെ മൗനത്തെ വീണ്ടും കൂട്ടി. അഖിൽ പതുക്കെ അവളുടെ അടുത്തേക്ക് വന്ന് കൈകളിൽ പിടിച്ചു. എനിക്കറിയാം അനന്യ, നീ എപ്പോഴും എൻ്റെ എല്ലാ സുഖദുഃഖങ്ങളിലും കൂടെ ഉണ്ടായിരുന്നെന്ന്. പക്ഷേ എപ്പോഴെങ്കിലും എന്നെക്കുറിച്ചും ഒരൽപ്പം ശ്രദ്ധിക്കണ്ടേ? നിന്റെ ചെറിയ ചിരി എൻ്റെ മനസ്സിന് എത്രമാത്രം വെളിച്ചം തരുന്നുണ്ടെന്നോ അതുപോലെ നിന്റെ മൗനം എന്നെ എത്രത്തോളം പരിഭ്രമിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? അവൻ്റെ വാക്കുകൾ കേട്ടതും അവളുടെ ഹൃദയമിടിപ്പ് കൂടി. അവൾ നോട്ടം താഴേക്ക് മാറ്റി. അഖിൽ അവളുടെ കണ്ണുകളിലെ ചിരി കണ്ടു. അവളുടെ അടുത്തേക്ക് അല്പം തുനിഞ്ഞ് അവൻ പറഞ്ഞു, അതുകൊണ്ടാണ് നീ എപ്പോഴും ചിരിച്ചുകൊണ്ടും സംസാരിക്കുന്നതുകൊണ്ടും ഇരിക്കണമെന്ന് പറയുന്നത്. എങ്കിലേ എനിക്ക് നിന്നെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ പറ്റും. അവൻ്റെ വാക്കുകൾ അനന്യയുടെ മനസ്സിൽ പ്രണയത്തിൻ്റെ നേർത്തോളങ്ങൾ സൃഷ്ടിച്ചു. അവൾ ചെറുതായിട്ടൊന്ന് ചിരിച്ചു വീണ്ടും പുസ്തകത്തിലേക്ക് മുഴുകി. അവൻ പെട്ടെന്ന് അവളുടെ കയ്യിലെ പുസ്തകം വാങ്ങി ദൂരേക്ക് മാറ്റി വെച്ചിട്ട് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൾ നാണത്തോടെ അവളുടെ മുഖം അവൻ്റെ നെഞ്ചിൽ ഒളിപ്പിച്ചു. ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ തമ്മിൽ പിരിക്കാൻ ആർക്കും കഴിയില്ല. അവൻ അവളുടെ കാതുകളിൽ മൗനതുപോലെ ആ വാക്കുകൾ മന്ത്രിച്ചു. അനന്യയുടെ മനസ്സ് ഉണ്ടയുണ്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അതുവരെ ഉണ്ടായിരുന്ന സംശയത്തിൻ്റെ കാർമേഘങ്ങളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് എങ്ങോ മാഞ്ഞുപോയി. അവൻ സ്നേഹത്തോടെ അവളുടെ ചുണ്ടുകൾ ചുംബിച്ചുകൊണ്ട് വീണ്ടും അവളിലേക്ക് നയിച്ചു. അനന്യയുടെ മനസ്സിലുണ്ടായിരുന്ന ആശകളെല്ലാം ആ നിമിഷത്തിൽ തുളച്ചു നീക്കപ്പെട്ടു. കാലം വേഗത്തിൽ കടന്നുപോയി. അനന്യയുടെ കഠിനത്വവും പ്രയത്നവും ഒടുവിൽ ഫലം കണ്ടു. മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയവൾ ഒരു മികച്ച ഡോക്ടറായി മാറി. ഇത് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിരുന്നു. കാരണം വെറുമൊരു പഠനം പൂർത്തിയാക്കുക മാത്രമല്ല അവൾ ചെയ്തത്, സ്വന്തം സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വലിയൊരു പോരാട്ടം തന്നെ അവൾക്ക് നടത്തേണ്ടി വന്നിരുന്നു. ഹരിശങ്കർ സാറും അവളുടെ അമ്മ സാവിത്രി അമ്മയും അഖിലിൻ്റെ അമ്മ സുജാതമ്മയും അച്ഛൻ രാജേഷ് സാറുമെല്ലാം അവളുടെ ഈ വിജയം കണ്ട് ഒരുപാട് സന്തോഷിച്ചു. അനന്യ നേടിയ വിജയം
അഖിലുമായുള്ള അവരുടെ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കി. അവർക്കിടയിലെ സ്നേഹം നാൾക്കുനാൾ വളർന്നുകൊണ്ടേയിരുന്നു. അനന്യയുടെ വിജയങ്ങൾ അഖിൽ എപ്പോഴും അവളെ പൂർണ്ണ മനസ്സോടെ അഭിനന്ദിക്കുകയും അവളുടെ കഠിനാധ്വാനം കണ്ട് ഒരുപാട് അഭിമാനിക്കുകയും ചെയ്യുമായിരുന്നു. നിന്റെ ഈ വിജയം എനിക്ക് തരുന്ന സന്തോഷം ചെറുതല്ല അനന്യ. നീ നിന്റെ സ്വപ്നങ്ങൾ സ്വന്തമാക്കി. ഇതെല്ലാം നിന്റെ കഠിനാധ്വാനത്തിന് കിട്ടിയ പ്രതിഫലമാണ്. അവൻ നിറഞ്ഞ സന്തോഷത്തോടെ അവളോട് പറഞ്ഞു. അഖിൽ, നിങ്ങളുടെ കൂട്ടും നിങ്ങളുടെ സ്നേഹവുമാണ് എന്നെ ഈ നിലയിലെത്തിച്ചത്. നിങ്ങളെപ്പോഴും എൻ്റെ കൂടെയുണ്ടായിരുന്നു. നിങ്ങളുടെ ആ പിന്തുണയാണ് എനിക്ക് ധൈര്യം തന്നത്. അവൾ പുഞ്ചിരിയോടെ മറുപടി നൽകി. അവൾക്ക് തണലേകുന്ന ഒരു വലിയ മരം പോലെ അവൻ എപ്പോഴും കൂടെ നിന്നു. നീ എപ്പോഴും എൻ്റെ കൂടെയുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം ഒരിക്കലും വേർപിരിയില്ലാകിൽ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ലഭിച്ച എനിക്ക് സമ്മാനമാണ് നിന്റെ കൂട്ട്. ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. അവൾ വളരെ സ്നേഹത്തോടെ പറഞ്ഞു. ഞാനും എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും അനന്യ. നിന്റെ സന്തോഷമാണ് എനിക്ക് മറ്റെന്തിനേക്കാളും വലുത്. നിന്റെ ഓരോ ചുവടിലും ഞാൻ നിനക്ക് കൂടെയുണ്ടാകും. അതോടെ അവർക്കിടയിൽ ആ ബന്ധം കൂടുതൽ ശക്തമായി മാറി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അനന്യയുടെയും അഖിലിൻ്റെയും ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ഒരു പുതിയ അധ്യായം കൂടി തുടങ്ങി. അനന്യ ഇരട്ട ആൺകുട്ടികൾക്ക് ജന്മം നൽകി. ആ രണ്ട് കുട്ടികളും നല്ല ആരോഗ്യത്തോടെയും തങ്ങളുടെ മാതാപിതാക്കളെ പോലെ തന്നെ വളരെ ഭംഗിയുള്ളവരുമായിരുന്നു. അവരുടെ വരവ് അനന്യയുടെയും അഖിലിൻ്റെയും ജീവിതം കൂടുതൽ സന്തോഷം കൊണ്ട് നിറച്ചു. ഇരുവരുടെയും സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. ഉടൻ തന്നെ വീട്ടിലുള്ള എല്ലാവരെയും ഈ ശുഭവാർത്ത അറിയിച്ചു. അനന്യയുടെയും അഖിലിൻ്റെയും മാതാപിതാക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം അവരുടെ വീട്ടിലെത്തി ആശംസകൾ അറിയിക്കാൻ തുടങ്ങി. കുട്ടികൾ വരെയോടെ ഉണ്ടായ വലിയ സന്തോഷത്തിൽ എല്ലാവരും പങ്കുചേരുകയും അവരുടെ സന്തോഷം ഇരട്ടിയാക്കുകയും ചെയ്തു. നിന്റെ ക്ഷമക്കും സ്നേഹത്തിനും കിട്ടിയ പ്രതിഫലമാണിത് മോളെ. ഇതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം, സാവിത്രി അമ്മ നെറ്റിയിൽ ഉമ്മവെച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ചെറുതായെന്ന് പുഞ്ചിരിച്ചു. ഈ കുട്ടികൾ നിങ്ങൾ രണ്ടുപേർക്കും ഈ ലോകത്തിൽ വെച്ച് ദൈവം തന്ന ഏറ്റവും വലിയ വരമാണ്. ദൈവാനുഗ്രഹം കൊണ്ടവർ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം നിറക്കട്ടെ. രാജേഷ് ബാബുവും തൻ്റെ കൊച്ചുമകളെ കണ്ട് ഒത്തിരി സന്തോഷത്തോടെ പറഞ്ഞു. ആരൊക്കെയോ പറയാനുള്ളതും എത്രയോ സത്യമാണ്. യഥാർത്ഥ സ്നേഹത്തിന് മുന്നിൽ പ്രായം ഒരു തടസ്സമേ അല്ല. ജീവിത പങ്കാളി നമ്മളെക്കാൾ എത്ര പ്രായം കൂടിയ ആളാണെന്നോ കുറഞ്ഞ ആളാണെന്നോ ഉള്ളതിലൊന്നും ഒരു കാര്യവുമില്ല. രണ്ട് മനസ്സുകൾ ഒന്നായാൽ മാത്രം മതി. സ്നേഹം സത്യമാണെങ്കിൽ പ്രായവ്യത്യാസത്തിന് അവരുടെ ബന്ധത്തിൽ യാതൊരു സ്വാധീനവും ചെലുത്താൻ കഴിയില്ല. രണ്ട് മനസ്സുകൾ പരസ്പരം ലയിച്ചു തീരുമ്പോൾ ഈ ലോകം പോലും അതിനെതിരായി ഒന്നും പറയാറില്ല. അവിടെ വർഷങ്ങളുടെ കണക്കോ പ്രായത്തിൻ്റെ ചിന്തകളോ ഉണ്ടാകില്ല. കേവലം ഒരാളുടെ ആത്മാവിൽ മറ്റൊരാൾ പൂർണ്ണമായി അലിഞ്ഞു ചേരുന്ന ഒരു പ്രത്യേക അനുഭൂതി മാത്രമായിരിക്കും അത്. പരസ്പരമുള്ള മനസ്സിലാക്കലും ആഴത്തിലുള്ള അനുഭൂതിയും എവിടെയുണ്ടോ അവിടെ മാത്രമേ പ്രണയം വിജയിക്കൂ. അവിടെ സ്നേഹത്തിന് മുൻപിൽ ഏതു വലിയ അകലവും തനിയെ ചെറുതായി മാറും. പ്രായവ്യത്യാസം കൂടുതലാണ് എന്ന ആളുകൾ പലതും പറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രായം ഒരിക്കലും ഒരു തടസ്സമല്ല. ഈ ലോകത്തിൻ്റെ വാക്കുകൾക്ക് ഇവിടെ പ്രസക്തിയുമില്ല. രണ്ട് യഥാർത്ഥ മനസ്സുകളുടെ തുടിപ്പുകൾ എല്ലാം അതിൽ വറുമ്പുകയും തകർത്തെറിയും. സ്നേഹം സത്യമാണെങ്കിൽ പ്രായം എന്നത് വെറുമൊരു വാക്ക് മാത്രമാണ്.